നമസ്കാരം. ഞാനിന്ന് വീണ്ടും നമ്മൾ ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ആ പ്രകടനവും അഭിനയവും, ആടുജീവിതം എന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ പ്രകടനവും ആ അഭിനയവും തമ്മിലൊരു താരതമ്യം നടത്തുവാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പതിവ് പോലെ എല്ലാ ദിവസവും എല്ലാ തവണയും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനും അധികാരത്തിൻ്റെ വടംവലിയുടെ സിംബോളിക്കായ ഒരു റെപ്രസെൻറ്റേഷൻ, സിംബോളിക്കായ ഒരു ആവിഷ്കാരമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ആടുജീവിതം എന്ന സിനിമ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ അടിമത്തത്തിലേക്ക്, അല്ലെങ്കിൽ അടിമയായി ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ അബദ്ധവശാൽ അങ്ങനെ ആകേണ്ടി വന്ന, സാഹചര്യവശാൽ നിർഭാഗ്യവശാൽ അങ്ങനെ ആകേണ്ടി വന്ന ഒരു യുവാവിൻ്റെ കഥ പറയുന്ന, അല്ലെങ്കിൽ യുവാവിൻ്റെ ജീവിതം ആവിഷ്കരിക്കുന്ന, ജീവിതത്തിൻ്റെ ഏടുകൾ ആവിഷ്കരിക്കുന്ന ഒരു സിനിമയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമ. ഈ രണ്ട് സിനിമകളും രണ്ടും വളരെ വ്യത്യസ്തമായ സിനിമകളാണ്. ഒന്ന് 3-4 കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട്, 5 കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് അടിമ ഉടമ ബന്ധത്തെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ അസ്വാതന്ത്ര്യത്തെ, അധികാരത്തെ അധികാരമില്ലായ്മയെ ഒക്കെ ആവിഷ്കരിക്കുന്ന ഒരു സിനിമയാണ്, സിംബോളിക്കായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എവിടെ പോറ്റിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ചാത്തനെ, ആ പോറ്റിയുടെ ശരീരം എന്ന് പറയുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആ പോറ്റിയുടെ ശരീരം, അതിലൊരു ചാത്തൻ ഇയാളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു ചാത്തൻ കയറിയിരിക്കുകയും ആ ചാത്തൻ പിന്നീട് ഭരണകർത്താവായി മാറുകയും അടിമയാക്കി, കുറേ ആളുകളെ അടിമയാക്കി വെച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവിടെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ചെറിയ ചെറിയ ചലനങ്ങളിലൂടെ, ഇദ്ദേഹം ആവിഷ്കരിക്കുന്ന കഥാപാത്രത്തെ ഈ പോറ്റിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഈ ചാത്തൻ ഒരു അലസനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എങ്കിൽ പോലും അയാൾ ചില സമയത്ത് ഉയർത്തെഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്ന സമയത്ത് തൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയൊക്കെ ചവിട്ടി മെതിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അയാൾ കാണിക്കുകയും ചെയ്യും. ഇതാണ് ആ പോറ്റി എന്ന കഥാപാത്രത്തിലൂടെ, മമ്മൂട്ടിയുടെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ആദ്യം നമ്മൾ പോറ്റിയെ കാണുന്ന സമയത്ത് പോറ്റി ഇയാളോട് പാട്ട് പാടാനൊക്കെയാണ് പറയുന്നത്. പാണനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളോട് പാട്ട് പാടാൻ പറയുകയും, അയാളുടെ പാട്ട് നല്ലതാണ്, അയാളെ കൂടി തൻ്റെ അടിമ സംഘത്തിലേക്ക്, തൻ്റെ അധികാരത്തിൻ്റെ അടിമ സംഘത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അയാളെയും കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അയാളതിൽ വീണു പോവുകയാണ്. അയാൾക്കറിയില്ല ഇത് ചാത്തനാണ് എന്ന്. ഈ ചാത്തനാണ് എന്ന്, മമ്മൂട്ടിയുടെ ശരീരത്തിലിരിക്കുന്ന ആൾ ചാത്തനാണ് എന്ന് സിദ്ധാർത്ഥ ഭരതൻ അവതരിപ്പിക്കുന്ന ആ അരിവെപ്പുകാരന് മാത്രമേ അറിയുള്ളൂ. കാരണം ഇയാൾ ഈ ചാത്തനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണ്. ഈ സിദ്ധാർത്ഥ ഭരതൻ്റെ കഥാപാത്രം അങ്ങനെ ഇരിക്കുന്ന ഒരു ആളാണ്. അയാൾക്ക് ഈ ചാത്തനെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. അയാൾക്ക് ചാത്തനെ കീഴ്പ്പെടുത്തി അയാൾക്ക് അധികാരം കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം മമ്മൂട്ടി ആ ആദ്യ സമയങ്ങളിലൊക്കെ വളരെ ശാന്തനായിട്ടും ഒക്കെ ഇരിക്കുന്ന മമ്മൂട്ടി പിന്നീട് രൗദ്രഭാവത്തിലേക്ക് വരുന്നുണ്ട്. അവസാനം മമ്മൂട്ടിയെ ഇവരൊക്കെ ചേർന്ന് കീഴ്പ്പെടുത്തുമ്പോൾ ഒരു വിളക്ക്, ആ വിളക്ക് കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാത്തനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാം നമ്മൾ സംസാരിച്ചു പോയതാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അഭിനയം എന്ന് പറയുന്ന ആ നല്ലൊരു കല, അഭിനയത്തിലൂടെ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുവാനും രസിപ്പിക്കുവാനുമുള്ള ആ ഒരു കല, നടന കല
നടന കലയുടെ പെർഫെക്ഷനാണ് നമ്മൾ മമ്മൂട്ടിയിലൂടെ കാണുന്നത്. അത് പെർഫെക്ഷനിലേക്ക് വരുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സംവിധാനം തന്നെയാണ്, സംവിധായകൻ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ചട്ടക്കൂടിൽ നിന്ന് വിട്ടുപോവുകയായിരുന്നുവെങ്കിൽ മമ്മൂട്ടിക്ക് അത് ആവിഷ്കരിക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. അവസാന നിമിഷം മമ്മൂട്ടിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർ അധികാരത്തിലേക്ക് വരുന്നു. അതൊക്കെ വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ആ ചലനങ്ങൾ, അംഗവിക്ഷേപങ്ങൾ, ശാന്തമായ ഭാവങ്ങൾ, ആ ശാന്തത വിട്ട് പുറത്തേക്ക് വരുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പൃഥ്വിരാജിൻ്റെ ഈ ആടുജീവിതം എന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആടുജീവിതത്തിൽ ഇയാൾ ഒരു അടിമയാണ്. ആദ്യമൊന്നും അടിമയായിരുന്നില്ല. ആ അടിമത്വത്തിലേക്ക് അയാൾ സ്വാഭാവികമായിട്ടും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ആ ആടുജീവിതത്തിലേക്ക് അയാൾ സ്വാഭാവികമായിട്ടും അയാൾ വിധി വൈപരീത്യത്താൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. പിന്നീട് അയാൾക്കത് ഉപേക്ഷിക്കാനായിട്ട് ഉള്ള ഒരു വൈമനസ്യമുണ്ട്. ഈ താൻ സ്നേഹിച്ച ആടുകളിൽ നിന്നും വിട്ടുപോകാനുള്ള ഒരു വൈമനസ്യം അയാൾക്ക് ഉള്ളിലുണ്ട്. അതാണ് അയാളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ആവിഷ്കരിക്കുവാനായിട്ട് പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടിമയല്ലാതിരുന്ന ആ നജീബ് അടിമയായി മാറുകയും അടിമത്വത്തിലേക്ക് ചെന്ന് ചേരുകയും, പക്ഷേ അയാളെ ഓർമ്മകൾ അയാളെ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. അതും ആ ഓർമ്മകളിലുള്ള നജീബും ആ ഓർമ്മകളിലുള്ള നജീബിനെ ആവിഷ്കരിക്കുന്ന പൃഥ്വിരാജും അവിടെയാണ്. ആ പൃഥ്വിരാജിൽ നിന്നും ആ ഓർമ്മകളിൽ നിന്നും ഈ പ്രസൻ്റായിട്ടുള്ള വർത്തമാനകാലത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന സമയത്തുള്ള നജീബിൻ്റെ സങ്കടങ്ങൾ ഭംഗിയായിട്ട് തന്നെ പൃഥ്വിരാജ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അയാൾക്ക് അപ്പത്തിൻ്റെ റൊട്ടി നീട്ടിക്കൊടുക്കുന്നുണ്ട് രണ്ട് അറബികൾ ചേർന്ന്. അയാൾക്ക് ആദ്യമൊന്നും അത് വാങ്ങിക്കാൻ തോന്നുന്നില്ല. ആ ഭാവം അത് വളരെ നല്ലൊരു അഭിനേതാവിന് മാത്രം ഒരൊറ്റ നോട്ടം മാത്രമേ ഉള്ളൂ. ഇവർ വിളിക്കുന്നുണ്ടെങ്കിലും ഈ അറബി കഫീൽ വിളിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും കേട്ടതായി ഭാവിക്കുന്നില്ല. അയാൾ ചെന്ന സമയത്ത് തന്നെ ആദ്യമൊന്നും കേട്ടതായി ഭാവിക്കുന്നില്ല. പിന്നീട് വിശപ്പ് ഒരു പ്രശ്നമാണല്ലോ, വിശപ്പ്. അത് മാറ്റാനായിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അയാൾ ചെന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആ റൊട്ടി കഷ്ണം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അറബി വെള്ളം കൊടുക്കുന്നുണ്ട്. അയാൾ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ജലത്തെക്കുറിച്ച്, ഈ സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ജലം എന്ന ബിംബത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും പിന്നെ താടിയൊക്കെ വളർന്ന നജീബിലേക്ക് മാറുകയാണ്. അയാൾ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. കണ്ണാടിയിൽ നോക്കി തനിക്ക് താടി വന്നിട്ട് അയാളുടെ ശരീരത്തിലുള്ള ചെളി ഒക്കെ നോക്കി അയാൾ വിഷമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അങ്ങനെയൊക്കെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് പോലും അയാൾക്ക് ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്താണ് അയാൾ രക്ഷിക്കാനായിട്ട് ഹക്കീം ഇബ്രാഹിം കൂടി വരുന്നത്. അങ്ങനെ അവർ ഓടുകയാണ് ചെയ്യുന്നത്. ആ ഓട്ടം പോലും രക്ഷപ്പെട്ട് ഓടുന്ന ആ ഓട്ടം പോലും വളരെ ഭംഗിയായിട്ട് തന്നെ കാല് തല്ലിയൊടിച്ചിരുന്നു. ഈ അറബി ഇദ്ദേഹത്തിൻ്റെ നജീബിൻ്റെ കാല് തല്ലിയൊടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വേച്ച് ആണ് ഇയാൾ ഓടുന്നത്. അതൊക്കെ ഭംഗിയായിട്ട് വളരെ നമുക്ക് യാതൊന്നും ഒരു മോശമെന്നുള്ള രീതിയിലൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ സംവിധായകൻ്റെ മിടുക്കുണ്ട് അവിടെ. ആദ്യം ഭ്രമയുഗത്തെപ്പറ്റി പറഞ്ഞ സമയത്തും സംവിധാനം ഭംഗിയായിട്ട് ചെയ്തത് കൊണ്ടാണ് മമ്മൂട്ടി എന്ന അഭിനേതാവിന് തൻ്റെ അഭിനയ പ്രതിഭയെ ഒന്നുകൂടെ പല സിനിമകളിലും നമ്മൾ കണ്ടതാണെങ്കിൽ ഒന്നുകൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട്, കാണിച്ച് തരുവാനായിട്ട്, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും സംവിധാനത്തിൻ്റെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കലയാണ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ആളുകളൊക്കെ ആര് തന്നെ ആയാലും, ക്യാമറമാൻ ആയാലും സംവിധായകൻ്റെ ആ ഭാവനയോട് ഒത്തുചേർന്നുകൊണ്ട് ആണ് ഈ ക്യാമറ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ക്യാമറമാൻ്റെ സൗകര്യത്തിന് ഓരോന്നെടുത്ത് ചെയ്യുകയല്ല, തോന്നൽ പോലെ ചെയ്യുകയല്ല ചെയ്യുന്നത്. സംവിധായകന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പൃഥ്വിരാജിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പൃഥ്വിരാജ് അത്തരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഓടി നോക്കുക. അദ്ദേഹം ഇങ്ങനെ ഓടി അവസാനം ഹക്കീം മരിക്കുന്ന സമയത്ത്
കുറച്ചുകൂടെ ക്ലോസപ്പുകൾ ആകാമായിരുന്നു എന്നൊരു അഭിപ്രായം ഇവിടെ ഉണ്ട്. ഈ തുമ്പമൺ പോറ്റിക്ക് കിട്ടിയ പോലെയുള്ള ആ ഒരു ക്ലോസപ്പ് ദൃശ്യങ്ങളുടെ ഒരു സാധ്യത ഇവിടെ പല സ്ഥലത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ചലനങ്ങളെ ആയിരിക്കാം ഒരുപക്ഷെ സംവിധായകൻ ആവിഷ്കരിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ക്ലോസപ്പുകൾ വേണമായിരുന്നു. ഹക്കീം മരിക്കുന്ന സമയത്തൊക്കെ ഹക്കീം മരിക്കുന്ന സമയത്ത് ഹക്കീമിൻ്റെ മുഖത്തുള്ള ഭാവം, ആ ഭാവാഭിനയം എന്ന് തന്നെ പറയാം. ജീവിതമാണ്, അയാൾ ജീവിക്കുകയാണ്, എങ്കിൽ പോലും അയാൾ ആ പയ്യൻ ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ അഭിനേതാവിന് കൊടുത്ത ആ ക്ലോസപ്പിൻ്റെ പ്രത്യേകത ഇവിടെ പല സ്ഥലങ്ങളിലും പൃഥ്വിരാജിനെ കൊടുക്കുവാനായിട്ട് സംവിധായകന് സാധിച്ചില്ല. പക്ഷെ സംവിധായകന് സാധിച്ചില്ല എന്ന് പറയുന്നത് അതൊരു കുറ്റപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് വിമർശനം പറയുന്നതല്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് സംവിധായകന് തോന്നിയിട്ടുണ്ടാകാം, അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അഭിനയത്തെക്കുറിച്ചാണ്, പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പോയി ഹക്കീം മരിച്ചതിന് ശേഷം ഇവരിങ്ങനെ മണലാരണ്യത്തിലൂടെ ഓടിപ്പോയി അവസാനം കുപ്പിയുടെയും ജലത്തിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഈ വെള്ളത്തിലേക്ക് ചാടി മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നജീബിൻ്റെ ആഗ്രഹം. അത് തടസ്സപ്പെടുത്തുകയാണ് ഇബ്രാഹിം എന്ന ആഫ്രിക്കക്കാരൻ. അപ്പോൾ ഈ വെള്ളം കുടിച്ച് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ ഹക്കീമിൻ്റെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും ആ സങ്കടകരമായിട്ടുള്ള മുഖം, അവിടെയാണ് ഒരു ക്ലോസപ്പ് അവിടെ കാര്യമായിട്ട് കിട്ടുന്നത്. അവിടെ നമുക്കത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് മാറുകയും പിന്നീട് വേറൊരു അറബി റോഡിലൂടെ കാറിൽ വന്ന അറബി ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് അദ്ദേഹം തൊഴുന്നുണ്ട്, ഈ നന്ദി പ്രകാശനം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ക്ലോസപ്പില്ല. അവിടെ മുഖത്തിൻ്റെ ക്ലോസപ്പ് വേണമായിരുന്നു. ഈ പൃഥ്വിരാജിൻ്റെ മുഖത്ത് ആ ക്ലോസപ്പ് വേണമായിരുന്നു. അവിടെയും അത് സംഭവിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇയാൾ വിമാനത്തിൽ, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം വിമാനത്തിൽ കയറാനായിട്ട് പോകുന്ന സമയത്ത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനാണത്? അതിൻ്റെ ഒന്നും ഒരാവശ്യം അവിടെ ഉണ്ടായില്ല. അവിടെ അങ്ങനൊരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം അത് ആസ്വാദനത്തിന് ഭംഗം വരുത്തുകയും അത് നമുക്ക് അരോചകമായിട്ട് തോന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായി പോയി. പൃഥ്വിരാജ് ഇത്രയും സമയം അദ്ദേഹം വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ചലനങ്ങളിലൂടെയുള്ള ആ അഭിനയം തന്നെ ആണെങ്കിൽ പോലും അങ്ങനെ കടന്നു വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോൾ സംഗതി തിരിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ, ഇപ്പോൾ നമ്മൾ ഭരതൻ്റെ ഒരു മിന്നാമിനിയുടെ നുറുങ്ങുവെട്ടത്തിന് എന്തുകൊണ്ട് നെടുമുടി വേണുവിന് അവാർഡ് കിട്ടിയില്ല എന്നൊരു ചോദ്യത്തിന് അതും ഇത് വെച്ച് പറയുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ ലാഗിങ് വന്നതുകൊണ്ടാണ് നെടുമുടി വേണുവിന് അന്ന് അവാർഡ് കിട്ടാതെ പോയത് എന്നൊരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ പറയുന്നത് സംഗതി ഇത്രയൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുവന്നതിന് ശേഷം അയാളുടെ മുഖത്ത് അവിടെ മുഖത്ത് കാണിച്ചിട്ട് എന്താണ് കാര്യം? അയാളുടെ മുഖത്ത് സന്തോഷമാണ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷം? എന്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷം? എനിക്ക് നിങ്ങളിതെല്ലാം തന്നു, അതുകൊണ്ട് നന്ദി പ്രകാശനം, ഇനി ഞാൻ വീണ്ടും വരാം എന്നുള്ള രീതിയിലൊക്കെ ആണോ എന്നുള്ളതാണ് ആസ്വാദകൻ്റെ പക്ഷത്ത് നിന്ന് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെയായാലും ഈ രണ്ട് കഥാപാത്രങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് നടന്മാരുടെ അഭിനയത്തെപ്പറ്റി താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ ഒന്നും തന്നെ കളയാനില്ല. ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയത്തെ നമുക്ക് ആ സിനിമയിൽ തന്നെ ഒന്നും തന്നെ കളയാനില്ല. ഇവിടെ ഈ ഒരു പോർഷൻ വന്നു കഴിഞ്ഞപ്പോൾ, അത്രയും നേരം വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ട് ഈ അവസാന വിമാനത്തിൽ കയറുന്ന ഈ പോർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം താറുമാറായിപ്പോയി. അദ്ദേഹത്തിൻ്റെ അഭിനയം ഡൗണായിപ്പോയി. അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ മനസ്സിലേക്ക് അത് അത്രയും നേരം കൊണ്ടുവന്നിരുന്ന ആ ടെമ്പോ അവിടെ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിന് ഒരു 95% നമുക്ക് മാർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.